ചോറ്, ചമ്മന്തി, തൈര്, പയർ, ചെറുപയർ തോരനാക്കിയതാണ്. പക്ഷെ അത് കുഴഞ്ഞു പോയി. പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി. ഇത് നമ്മളിതിനകത്തൊരു ചേച്ചി പറഞ്ഞിരുന്നു, ഞാൻ സവാള ഇടാതെ ഉരുളക്കിഴങ്ങ് ഇട്ട് ചെയ്ത് നോക്കാൻ പറയും, കുരുമുളക് പൊടിയൊക്കെ ഇട്ട്. അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തത്, സവാള ഇടാതെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറൊക്കെ ഇട്ട് നല്ല വിളമ്പി കൊണ്ട് കഴിക്കും, വരവി കഴിക്കും, ഒത്തും വരവി കഴിക്കാം. അച്ഛൻ കുളിച്ചു, ഡ്രസ്സൊക്കെ മാറ്റി. കറണ്ട് എപ്പോഴേ പോയല്ലോ, കറണ്ട് ഇതിലൊന്നുമില്ല. ഈ കൂട്ടം മാത്രം കഴിക്കാതെ ഇതും കൂടെ കഴിക്കും. ഈ മോരും ചമ്മന്തി എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കും. കഴിച്ചോളൂ. നല്ല ഉറക്കമായിരുന്നു കുളിച്ചിട്ട്. ഞാൻ വിളിച്ച് എണീപ്പിച്ചേ ചോറുണ്ടാനായിട്ട്. അല്ലേ അച്ഛൻ ഉറക്കമായിരുന്നു പറഞ്ഞു. ചോറ് സൈഡിൽ എടുക്കും അല്ലേ? കറണ്ട് ഇല്ലല്ലോ, എന്ത് ചെയ്യും? കറണ്ടില്ല, നല്ല ചൂടുമുണ്ട്. മീനൊന്നും ഇല്ല, നമ്മൾ ഫുൾ വെജിറ്റേറിയൻ അല്ലേ? അതെ. ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് തൈരും ഉറങ്ങുമല്ലോ. ഉറങ്ങല്ലേ, ഉറങ്ങല്ലേ. എന്തിനു ഉറങ്ങുന്നു? കഴിച്ചിട്ട് ഉറങ്ങിക്കൂടെ? കഴിച്ചിട്ട് ഉറങ്ങിക്കൂടെ? പിന്നെ എന്തിനു ഉറങ്ങുന്നേ? ചോറ് കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം കേട്ടോ. ഇപ്പോൾ ഇരുന്ന് ഉറങ്ങില്ലേ? എന്തുവിനെ ഒന്നുമില്ല. കറിവേപ്പില വെച്ചത്, കറിവേപ്പിലയുടെ സൈഡ് വെച്ചത്. മൊത്തം കഴിക്കണേ കേട്ടോ. ഓക്കെ, കഴിക്കുമല്ലോ, മൊത്തം കഴിക്കണേ. കേട്ടോ. ഓക്കെ ഓക്കെ, മൊത്തം കഴിക്കണേ. ശരി. എല്ലാവരും ചോദിക്കും, അച്ഛൻ ഇത് മൊത്തം കഴിക്കുന്നു? അച്ഛൻ മൊത്തം ചോറ് അച്ഛൻ കഴിക്കും. ഇവിടുത്തെ ചേട്ടൻ എന്നോട് ഫേസ്ബുക്കിൽ ചോദിച്ചെന്ന്, സതീശ് ഇത് അധികമായി പോകത്തില്ല, വേസ്റ്റ് ആവത്തില്ല. അച്ഛൻ എത്രയും കഴിക്കും. അപൂർവം മാത്രമേ കുറച്ച് ചോറെങ്കിലും വെച്ചെടുത്തുള്ളൂ, ബാക്കിയെല്ലാം അച്ഛൻ കഴിച്ചോളൂ. മൊത്തം കഴിക്കണം കേട്ടോ സാറേ. സാറ് മൊത്തം കഴിക്കണേന്ന് കേട്ടോ. സാറ് മൊത്തം കഴിക്കണമെന്ന് പറഞ്ഞേ. ഓക്കെ ഓക്കെ.